എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, പിതാവിന് യാത്ര കൊണ്ടും മറ്റും വല്ല സുഖക്കേടുകളുണ്ടോ? ഇപ്പോൾ എങ്ങനെയിരിക്കുന്നുവെന്ന് അറിയുവാൻ അത്യധികം ആഗ്രഹിക്കുന്നു. ഇന്നലെ വരുമെന്ന് കരുതിയിരുന്നു, കണ്ടില്ലല്ലോ. പിതാവിൻ്റെ ഈ വലിയ ദുഃഖസ്ഥിതിയിൽ എഴുതുന്നതിന് എനിക്ക് ആഗ്രഹമില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? ആ കാര്യം എല്ലാം മൗനം പാലിക്കുന്നു. കേസ് ഇങ്ങനെയായി അല്ലേ? അവിടുത്തെ ഇഷ്ടം നമുക്ക് മതി. സ്വന്തം മക്കളെയല്ലേ അപ്പനും അമ്മയും അടിക്കുന്നത്? അപ്പനായ രക്ഷിതാവിൻ്റെ ജീവിതം മുഴുവനും ഞെരുക്കവും പീഡകളും തന്നെയല്ലേ? അതിൻ്റെ ഒരു പങ്ക് നമുക്ക് തരുന്നത് സ്നേഹിച്ചതുകൊണ്ടാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിസ്നേഹത്തിൻ്റെ അടയാളമായതിനാൽ നമുക്കത് സഹിച്ച് അവിടുത്തെ പീഡകളോട് ചേർന്ന് അവരുടെ മാനസാന്തരത്തിനു വേണ്ടി കാഴ്ചവെക്കാമല്ലോ. പിതാവ് ദുഃഖവും വിഷാദവും കളഞ്ഞ് സന്തോഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവിന് ഇപ്പോൾ 2 അക്ഷരം എഴുതുന്നതിന് ഇടയായതിനെക്കുറിച്ച് ഉപകാരസ്മരണ ചെയ്യുന്നു. ശേഷം ഒന്നും എഴുതുന്നില്ല. അങ്ങയുടെ ഈ ദുഃഖസ്ഥിതിയിൽ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മറന്നു പോകല്ലേ പിതാവേ. സുഖമുണ്ടെങ്കിലും മഴയില്ലെങ്കിലും ഇന്ന് ഉച്ച കഴിഞ്ഞ് വരണമേ. കാണാനുള്ള ആഗ്രഹം ഒന്നും പറയുന്നില്ല. അങ്ങയുടെ സ്ലീഹാക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. അയോഗ്യ ശുശ്രൂഷിയും മകളുമായ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉപാസ്യ.